ഹരിശ്രീ ഗണപതായ നമ. വിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമഃ. മദർമേ മധുഹേടപത്നീമൃഷപ്രാണാപഹാരോദ്യമേലാനിർമ്മിതധൂമ്രലോചനവദേ ഹേ ചണ്ഡമുണ്ടാർദിനീ നിശേഷീകൃതരക്തബീജനജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹാരാശു ദുരിതം ദുർഗേ നമസ്തംബികേ. ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാനൈരോച്യം തനുശോഷണം മലമയീം ശയാച സംവത്സരിം ഏകസ്യാഭിനഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിഷ്കൃതിം ഉന്നതോപി തനയ തസ്യൈ ജനന്യേ നമഃ. എല്ലാവർക്കും മകരവിളക്ക് ആശംസകൾ. ഇന്ന് മകരവിളക്കായതുകൊണ്ട് നമ്മൾ അതിപരാശക്തിയായ അയ്യപ്പസ്വാമിയെ ധ്യാനിക്കുമ്പോൾ അതിപരാശക്തിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന അയ്യപ്പസ്വാമി ഭഗവാൻ പഠിപ്പിക്കുന്ന പോലെ എല്ലാം ആ പരാശക്തിയുടെ തന്നെ വൈഭവമാണ്. അയ്യപ്പസ്വാമി ഓരോ രൂപങ്ങളിലും വിളങ്ങുന്നതെല്ലാം ആ അമ്മയാണ് എന്നുള്ള ആ തത്വം അയ്യപ്പസ്വാമിയിൽ നിന്നും ഗ്രഹിച്ചുകൊണ്ട് തന്നെ ആ 18 പടികൾ അമ്മയുടെ അടുത്ത് മണിദ്വീപത്തിലെത്താനുള്ള 18 കോട്ടകളാണ് എന്ന് മനസ്സിലാക്കി തന്നെ ആ മൂലാധാരം മുതൽ സഹസ്രാര പത്മം വരെയുള്ള 18 ആധാരങ്ങളാണ് അവയെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ മഹാദേവിയെ സ്തുതിക്കുന്ന ആ ദേവീ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിൻ്റെ പ്രഥമാധ്യായം നമുക്കിന്ന് പാരായണം ചെയ്ത് ശ്രവിക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാം കരുണാമയ്യായ ആ അമ്മ നമ്മളെ എല്ലാവരെയും പാലിക്കുന്ന ആ ബ്രഹ്മാണ്ടത്തെ തന്നെ 10 മാസം ഗർഭത്തിൽ ചുമന്ന് പ്രസവിച്ച് ആ ബ്രഹ്മാണ്ടത്തെ തന്നെ പരിപാലിച്ച് സംരക്ഷിക്കുന്ന ആ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം നമുക്ക് ഈ മഹാത്മ്യത്തിൻ്റെ പ്രഥമോധ്യായം. ശ്രീമദ് ദേവീ ഭാഗവത മഹാത്മ്യം പ്രഥമോധ്യായ. ദേവീ ഭാഗവത മഹാത്മ്യ വർണ്ണനം. സൃഷ്ടൗ യാ സർഗരൂപാ ജഗദവന വിധൗ പാലിനീയാ ചരൗദ്രീ സംഹാരേ ചാപിയസ്യ ജഗദിദമഖിലം ക്രീഡനം യാവരാഖ്യാം പശ്യന്തി മധ്യമാദോ തദനു ഭഗവതി വൈഖരീ വർണ്ണരൂപാം തസ്മാത് വാചം പ്രസന്ന വിധിഹരിഗിരിശാം ആരാധിതാലങ്കരോതും. ആരാണോ ജഗത് സൃഷ്ടി ചെയ്യുമ്പോൾ സൃഷ്ടികർത്തിയായും അതിനെ പരിപാലിക്കുന്ന അവസരത്തിൽ സംരക്ഷണകർത്തിയായും സംഹരിക്കുന്ന സമയത്ത് സംഹാരകർത്തിയായും വർത്തിക്കുന്നത്, ആരാണോ ചരാചരാത്മകമായ ജഗത്ത് മുഴുവൻ തൻ്റെ കളിവസ്തുവാക്കി മാറ്റിയിരിക്കുന്നത്, ആരാണോ ശബ്ദരൂപത്തിൽ പരാ പശ്യന്തി മധ്യമ വൈഖരി എന്ന നാമങ്ങളോടുകൂടി കാണുന്നത്, ആരാണോ ഹരി, ഹരൻ, വിരിഞ്ചൻ എന്നിവർ പോലും ആരെയാണോ വന്ദിക്കുന്നത്, പരാശക്തിയായ ആ ദേവി പ്രസന്നയായി നമ്മുടെ വാക്കുകളെ അലങ്കരിക്കട്ടെ. അമ്മേ നാരായണ. നാരായണം നമസ്കൃത്യ നരം ജയവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഭഗവാൻ നാരായണനെയും നരോത്തമനായ അർജുനനെയും സരസ്വതീ ദേവിയെയും, അതായത് നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും, മഹാഭാഗനായ വ്യാസമഹർഷിയെയും ഗുരുസ്ഥാനീയനായ വ്യാസമഹർഷിയെയും നമസ്കരിച്ചിട്ട് ദേവീഭാഗവതം എന്ന് പ്രസിദ്ധമായ ഈ പുരാണം നമുക്ക് പാരായണം ചെയ്യാം. എല്ലാ പുരാണങ്ങളെ പോലെ തന്നെ ഇതും ആരംഭിക്കുന്ന നൈമിഷാരണ്യം എന്നതാണ്. ഭാരതാംബയെ ഒരു സ്ത്രീയായി പരിഗണിക്കുമ്പോൾ അമ്മയുടെ ഹൃദയഭാഗത്താണ് ഉത്തർപ്രദേശം എന്ന ദേശം വരുന്നത്, ലക്നൗ. ആ ലക്നൗവിനടുത്താണ് നൈമിഷാരണ്യമെന്ന്. അതായത് നൈമിഷാരണ്യം നടക്കുന്നത് തത്വാത്മികമായി
നൈമിഷാരണ്യത്തിൽ പാരായണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ തത്വാത്മികമായി നമ്മുടെ ഹൃദയഗ്രന്ഥികളിൽ തന്നെയാണ് ഛിദ്യതേ ഹൃദയഗ്രന്ഥി എന്ന് ഭാഗവതത്തിൽ പറയുന്ന പോലെ എല്ലാ ഹൃദയഗ്രന്ഥികളെയും ഭേദിച്ച് ജ്ഞാനം നൽകി ഭക്തിയിൽ നമ്മളെ മുടുക്കുന്ന ഒന്നാണ് ഭാഗവതം, ശ്രീമദ് ദേവി ഭാഗവതമൊക്കെ. ഋഷിമാർ ചോദിക്കുകയാണ് നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതനോട്, സൂത ജീവ സമാബഹ്വിര്യസ്ത്വം ശ്രാവയസീ മഹനാം കഥാമനോഹര പുണ്യ വ്യാസശിഷ്യ മഹാമതേ. അതീവ ബുദ്ധിമാനായ അങ്ങ് വ്യാസന്റെ ശിഷ്യനാണല്ലോ സൂത. മനസ്സിനെ സന്തോഷിപ്പിക്കുമാർ അനേകം പുരാണ കഥകൾ പറയുവാൻ തക്കവണ്ണം അങ്ങ് ആയുഷ്മാനായിരിക്കട്ടെ. സർവപാപഹരം പുണ്യം വിഷ്ണോർചരിതമത്ഭുതം അവതാരകഥോചേതം അസ്മാദ്ഭിർഭക്തിദശ്രുതം. സർവപാപങ്ങളെയും പോക്കുന്ന വിഷ്ണുവിൻ്റെ അവതാര കഥകൾ ഉൾപ്പെടെയുള്ള അനേകം കഥകൾ, ചരിത്രം ഭക്തിപൂർവം ഞങ്ങൾ കേട്ടുകഴിഞ്ഞു. ശിവസ്യ ചരിതം ദിവ്യം ഭസ്മരുദ്രാക്ഷയോസ്തുത. ഭസ്മരുദ്രാക്ഷ മഹാത്മ്യം സഹിതം ശിവചരിതവും സ ഇതിഹാസം ച മഹാത്മ്യം ശ്രുദ്ധം തവ മുഖാംബുജാം. ഇതിഹാസവും മഹാത്മ്യവും എല്ലാം അങ്ങയുടെ മുഖത്തു നിന്ന് കേട്ടുകഴിഞ്ഞു. അധുനാ ശ്രോതുമിച്ഛാമ പാവനാത് പാവനം പരം ഭുക്തിമുക്തിപ്രദം നൃണാം അനായാസേന സർവശാം. അനായാസമായി മുക്തിയും ഭുക്തിയും നൽകുന്ന, സർവ ഐശ്വര്യങ്ങളും മുക്തിയും നൽകുന്ന കഥ ഏതാണോ അത് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തത്വം ബ്രൂഹി മഹാഭാഗ ഏന സിദ്ധ്യന്തി മാനവാം കലാവപി വരം തത്വോ ന വിദ്മ സംശയച്ഛിതം. കലികാലത്ത് പോലും മനുഷ്യർക്ക് സിദ്ധിപ്രദമായ ആ പുരാണ കഥ ഏതെന്ന് ഞങ്ങളോട് പറയൂ സൂത. സംശയം തീർക്കാൻ അങ്ങയെപ്പോലെ യോഗ്യനായ ഒരാളെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ശൗനകാദി മഹർഷിമാര് സൂതനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ സൂതന്റെ ഉത്തരമാണ്, സാധുപൃഷ്ടം മഹാഭാഗ ലോകാനാം ഹിതകാമ്യാം സർവശാസ്ത്രസ്യ യത്സാരം തദ്വോ വക്ഷ്യാമശേഷതാം. വളരെ നല്ല ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. ആദ്യം തന്നെ ചോദ്യത്തെ പ്രശംസിക്കുകയാണ് സൂതൻ ചെയ്യുന്നത്. ലോകോപകാരപ്രദമായ കഥ കേൾക്കുവാനായി നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് അതിന് ഉത്തരം വിശദമായി തന്നെ പറഞ്ഞു തരാം. രാജൻ താവത് ഗർജന്തി തീർത്ഥാനി പുരാണാനി വൃതാനിജാം യാവന്ന ശ്രൂയതേ സമ്യക് ദേവീ ഭാഗവതം നരേ. ദേവീ ഭാഗവതം കേൾക്കുന്നവരെ എല്ലാ മനുഷ്യരും പറയും ഏറ്റവും നല്ലത് തീർത്ഥാടനം ചെയ്യുക, പുരാണങ്ങൾ വായിക്കുക, വ്രതങ്ങൾ നോക്കുക, പിന്നെ നാമജപങ്ങളും പുരാണ പാരായണവും വ്രതങ്ങളും ഒക്കെയാണെന്ന് പറയും. എപ്പം വരെ? ദേവീ ഭാഗവതം വായിക്കുന്നത് വരെ. താവത് പാപാടവീ നൃണാം ക്ലേശദാ അഭദ്രകണ്ഡക യാവന്ന പരശുപ്രാപ്തോ ദേവീ ഭാഗവതാഭിധാം. പാപാടവി, പാപങ്ങൾ നിറഞ്ഞ വനത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യന് മുള്ളുകൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ, ദുഃഖങ്ങളാകുന്ന മുള്ളുകൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ദേവീ ഭാഗവതമായ മഴ കിട്ടുന്നത് വരെ ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് അടുത്തത്. മൂന്നാമത് പറയുന്നത് എന്താ? താവത് ക്ലേശാവഹം നൃണാം ഉപസർഗമഹാത്മനാം യാവന്നൈകോദയം പ്രാപ്തോ ദേവീ ഭഗവതോഷ്ണകൂ. ദേവീ ഭാഗവതോഷ്ണകൂ. ദേവീ ഭാഗവതം കിട്ടുന്നത് വരെ മാത്രമേ, ദേവീ ഭാഗവതമാകുന്ന ആദിത്യൻ ഹൃദയത്തിൽ ഉദിക്കുന്നത് വരെ മാത്രമേ ദുഃഖമാകുന്ന ഇരുട്ടുകൾ മനുഷ്യനുണ്ടാവുകയുള്ളൂ എന്ന്. ഇത്ര മനോഹരമായിട്ട് ദേവീ ഭാഗവതം ലഭിച്ചാലുള്ള ഗുണം പറയുന്നു. എല്ലാ ദുഃഖങ്ങളും തീർന്ന് ജ്ഞാനം കിട്ടി ഈശ്വരനെ നേരിട്ട് കാണാൻ തീർത്ഥങ്ങളെക്കാളും പുരാണങ്ങളെക്കാളും എല്ലാം ഉത്തമമായ, എല്ലാ ദുഃഖങ്ങളാകുന്ന മുള്ളുകളെയെല്ലാം വെട്ടിമാറ്റുന്ന, മുള്ളുകളുള്ള മരങ്ങളെയെല്ലാം വെട്ടിമാറ്റുന്ന മഴുവായി ദേവി ഭാഗവതത്തിനെ പറയുകയാണ്.
അപ്പൊ ഋഷിമാർ ചോദിക്കാണ്, സൂത മഹാഭാഗ വദനോ വദതം വരാം ഈദൃശം തത്പുരാണം ഹി വിധിസ്തശ്രവണേചകാം. മഹാഭാഗനായ സൂത, അങ്ങ് കഥാവക്താക്കളിൽ ഉത്തമനാണ്. ആ പുരാണം എപ്രകാരമുള്ളതാണ്, അത് കേൾക്കാനുള്ള വിധി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പറയാ, അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ ചോദിക്കുക, കഥിഭിർ വാസരൈരേതശ്രോത്തവ്യം കിം ച പൂജനം കൈർമാനവൈ ശ്രുതം പൂർവം കാൻ കാൻ കാമാനവാപ്നിയും. കഥിഭിർ വാസരൈസ്തശ്രോത്തവ്യം, എത്ര ദിവസം കൊണ്ടാണ് ഈ കഥ കേൾക്കേണ്ടത്? കിം ച പൂജനം, ആരെയെല്ലാമാണ് പൂജിക്കേണ്ടത്? കൈർ മാനവൈ ശ്രുതം, ആരൊക്കെ കേട്ടിട്ടുണ്ട്? കാൻ കാൻ കാമാനവാപ്നിയും, ആർക്കൊക്കെ അതുകൊണ്ട് ഐശ്വര്യം കിട്ടിയിട്ടുണ്ട്, അഭിലാഷങ്ങൾ സാധിച്ചിട്ടുണ്ട്. സുതവാച വിഷ്ണോരംശോ മുനിർജാത സത്യവത്യം പരാശരം വിഭജ്യ വേദചതുരാം ശിഷ്യാൻ അധ്യവയത് പുരാം. വേദവ്യാസൻ എന്ന പരാശര സത്യവതി പുത്രൻ വിഷ്ണോരംശമായ ആ മുനി വേദങ്ങളെ നാലായി വിഭജിച്ചിട്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ശിഷ്യാൻ അധ്യപയത് പുരാ, പണ്ട് പഠിപ്പിച്ചു. പ്രാത്യാന്യാം ദ്വിജബന്ധൂനാം വേദേഷ്വാനധികാരിണം സ്ത്രീണാം ദുർമേധസാം നൃണാം ധർമ്മജ്ഞാനം കഥം ഭവേൻ. ബ്രാഹ്മണരുടെ സംസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ലാത്തതും ബ്രഹ്മജ്ഞാനി അല്ലാത്തവർക്കും ബ്രാഹ്മണരല്ലാത്തവർക്കും വേദാധികാരം ലഭിച്ചിട്ടില്ലാത്തവർക്കും സ്ത്രീകൾക്കും ദുർബുദ്ധികളായ മനുഷ്യർക്കും ധർമ്മബോധം ഇല്ലാത്തവർക്കും ഒക്കെ എങ്ങനെ നന്മ വരും? വിചാരേ തത്വമനസാ ഭഗവാൻ ബാദരായണ, ഇങ്ങനെ ചിന്തിച്ച് വേദവ്യാസൻ എന്ന ബാദരായണി പുരാണ സംഹിതാം ദത്തോ തേഷാം ധർമ്മവിവിത്സയോ, ധർമ്മവിധിയോടുകൂടി പുരാണ സംഹിതകൾ നിശ്ചയിച്ചു, നിർമ്മിച്ചു. അഷ്ടാദശ പുരാണി സകൃത്വ ഭഗവാൻ മുനി, അഷ്ടാദശ പുരാണാനി 18 പുരാണങ്ങൾ രചിച്ചു. കൃത്വ ഭഗവാൻ മുനി മാമേവ അധ്യാപയാമാസ ഭാരതാഖ്യാനമേവജാം, എന്നെ പഠിപ്പിച്ചു. മാമേവ അധ്യാപയാമാസ, എന്നെ പഠിപ്പിച്ചു. ഭാരതാഖ്യാനവും പഠിപ്പിച്ചു. ഭാരതവും 18 പുരാണങ്ങളും ഒപ്പം മഹാഭാരതവും എന്നെ പഠിപ്പിച്ചു. ദേവീ ഭാഗവതം തത്ര പുരാണം ഭോഗമോക്ഷദം സ്വയം തു ശ്രാവയാമാസ ജനമേജയ ഭൂപതിം. ദേവീ ഭാഗവതം ജനമേജയനും പറഞ്ഞു കൊടുത്തു. പൂർവം യസ്യ പിതാ രാജാ പരീക്ഷിത് തക്ഷകാഹിനാം സന്ദഷ്ടസ്തസ്യ സംശുദ്ധൈ രാജ്ഞാ ഭാഗവതം ശൃണം. തക്ഷകദംശനത്താൽ തക്ഷകദംശത്താൽ മരിച്ചുപോയ തൻ്റെ പിതാവിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, സംശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ജനമേജയൻ ദേവീ ഭാഗവത പുരാണം ശ്രവിച്ചത്. നവഭിർ ദിവസേ ശ്രീ വേദവ്യാസ മുഖാംബുജാൻ, ശ്രീമദ് വേദവ്യാസന്റെ മുഖാംബുജത്തിൽ നിന്നും 9 ദിവസം കൊണ്ട്, നവഭിർ ദിവസേ 9 ദിവസം കൊണ്ട് ത്രൈലോക്യമാതരം ദേവി പൂജയിത്വാ വിധാനത, വിധിപൂർവം ദേവിയെ പൂജിച്ച് അദ്ദേഹം നേരിട്ട് ശ്രവിച്ചു. ത്രൈലോക്യമാതരയായ ദേവി, ത്രൈലോക്യത്തിനും അമ്പയായ ജനനിയായ അമ്മയെ പൂജിച്ച്. നവാഹയജ്ഞേ സമ്പൂർണേ പരീക്ഷിത് അഭിഭൂപതി ദിവ്യരൂപധരോ ദേവ്യാസാലോക്യം തക്ഷണാഗതാൻ. നവാഹം പൂർത്തിയാകുന്ന 9ാമത്തെ ദിവസം പൂർത്തിയായ ഉടനെ തന്നെ പരീക്ഷത്തിന് മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്തു. പിതുർദിവ്യാം ഗതിം രാജാ വിലോക്യ ജനമേജയ വ്യാസം മുനിം സമഭ്യർച്ച്യ പരാം മുദമവാപഹാം. പിതാവിന്
മോക്ഷം ലഭിച്ചത് കണ്ട് ജനമേജയൻ വ്യാസനെ പൂജിച്ച് മുദാവാപഹ അത്യന്തം സന്തോഷവാനായി. അഷ്ടാദശ പുരാണാനാം മധ്യേ സർവോത്തമം പരം ദേവീ ഭാഗവതം നാമ ധർമ്മകാമാർത്ഥമോക്ഷതം. 18 പുരാണത്തിൽ ഏറ്റവും ഉത്തമമായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ നൽകുന്ന ദേവീ ഭാഗവതം തന്നെയാണ്. യേ ശൃണ്വന്തി സദാ ഭക്ത്യാ ദേവ്യാ ഭാഗവതീം ഗതാം തേഷാം സിദ്ധിർന ദൂരസ്ഥാ തസ്മാത് സേവ്യാ സദാ നൃപീ. ആരാണോ ദേവീ ഭാഗവത കഥ സദാ ഭക്തിപൂർവം കേൾക്കുന്നത് അവർക്ക് സിദ്ധി അധികം അകലെയല്ല. അതുകൊണ്ട് ദേവീ ഭാഗവത കഥ മനുഷ്യർ നിരന്തരമായി കേൾക്കുക തന്നെ വേണം. ദിനമർത്ഥം തദർത്ഥം വാ മുഹൂർത്തം ക്ഷണമേവ വാ യേ ശൃണ്വന്തി നരാ ഭക്ത്യാ ന തേഷാം ദുർഗതിം ക്വചിത്. ഒരു ദിവസമോ അര ദിവസമോ അതിൽ പകുതിയോ ഒരു മുഹൂർത്തമോ ഒരു ക്ഷണനേരമെങ്കിലോ ദിനം അർത്ഥം തദർത്ഥം വാ മുഹൂർത്തം ക്ഷണമേവ വാ അത്രയും നേരമെങ്കിലും ഭക്തിപൂർവം കേൾക്കണം. യേ ശൃണ്വന്തി നരാ ഭക്ത്യാ ന തേഷാം ദുർഗതിം ക്വചിത്. ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്നാണ് ദേവീ ഭാഗവതത്തെ കുറിച്ച് സൂതൻ പറയുന്നത്. സർവയജ്ഞേഷു തീർത്ഥേഷു സർവദാനേഷു യദ്ബലം സകൃത് പുരാണ ശ്രവണാ തദ്ഫലം ലഭതേ നര. യജ്ഞവും തീർത്ഥവും ദാനവും കൊണ്ടുള്ള എല്ലാ ഫലങ്ങളും ഒരു പ്രാവശ്യം കേൾക്കുന്നത് കൊണ്ട് കിട്ടും. കൃതതോ ബഹവോ ധർമ്മ കലോ ധർമ്മസ്തു കേവലം. കൃതാദികളിൽ കൃതയുഗം ആദിയായ യുഗങ്ങളിൽ ബഹവോ ധർമ്മ പലവിധ ധർമ്മങ്ങളുണ്ട്. കലോ ധർമ്മസ്തു കേവലം കലികാലത്ത് ഏകധർമ്മമേ ഉള്ളൂ. പുരാണ ശ്രവണാദന്യോ വിദ്യതേ നാപരോ നൃണ. പുരാണശ്രവണമല്ലാതെ പുരാണശ്രവണാത് അന്യോ വിദ്യതേ ന അപരോ നൃണാം. പുരാണശ്രവണമല്ലാതെ മറ്റൊന്നും ഇല്ല. ധർമാചാരവിഹീനാനാം കലാവൽപായുഷാം നൃണാം വ്യാസോ ഹിതായ വിദതേ പുരാണാഖ്യം സുധാരസം. കലികാലത്ത് അല്പായുസും അധർമ്മികളും സദാചാരഹീനരുമായ മനുഷ്യരെ ഉദ്ധരിക്കാൻ ഭഗവാൻ വ്യാസൻ കനിഞ്ഞരുളിയതാണ് പുരാണമാണ് ദേവീ ഭാഗവതം എന്ന് പറയുന്നത്. സുതാം പിബന്നേക ഏവ നരസ്യാദ ജരാമരാം സേവ്യാകഥാമൃതം കുര്യാൻ കുലോമേവാജരാമരം. സുധ അമൃത് കുടിച്ച് സുധാ പിബന്നേക ഏവ നര സ്യാദ് അജര അമര. ഒരൊറ്റ മനുഷ്യന് അമൃതം കുടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അജരം അമരവും കിട്ടുമെങ്കിൽ, അതായത് ജരാനരകൾ ബാധിക്കാതെ അമരത്വം കിട്ടുമെങ്കിൽ ദേവീ ഭാഗവതം കേൾക്കുന്നത് കൊണ്ട് കുലം മൊത്തം അദ്ദേഹത്തിന്റെ കുലത്തിനും അമര യോഗം ലഭിക്കുന്നു. മാസാനാം നിയമോനാത്ര ദിനാനാം ദിയമോപിനാം സദാസേവ്യം ദേവീ ഭാഗവതം നരയും. ഇന്ന മാസം വായിക്കണമെന്നോ ഇന്ന ദിവസം വായിക്കണമെന്നോ ഇത്ര ദിവസം വായിക്കണമെന്നോ എന്ന് ഓരോ നിയമവും ഇല്ല. സദാസേവ്യം എപ്പോഴും വായിക്കാം ദേവീ ഭാഗവതം. മനുഷ്യനെപ്പോഴും ദേവീ ഭാഗവതം വായിക്കാം. എന്നാലും ആശ്വിനേ മധുമാസേവ തപോ മാസേഷു തഥാ ചതുർഷു നവരാത്രേഷു വിശേഷാത് ഫലദായകം. കന്നിമാസത്തിലും ധനുമാസത്തിലും മീനമാസത്തിലും കർക്കിടമാസത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നവരാത്രികളിലെ ഭാഗവത ശ്രവണം വിശിഷ്ടമായ ഫലം നൽകുന്നു. അതോ നവാഹയജ്ഞോയം സർവസ്മാത് പുണ്യകർമ്മണ ഫലാധിക പ്രദാനേന പ്രോക്ത പുണ്യപ്രദോ നൃണാം. അതുകൊണ്ട് ഈ നവാഹയജ്ഞം എല്ലാ പുണ്യകർമ്മങ്ങളിലും വെച്ച് മനുഷ്യർക്ക് അത്യധികം ഫലപ്രദമാണ്, പുണ്യപ്രദമാണ്. യേ ദുർഹ്യത പരദാ വിമൂഢാ മിത്രദ്രുഹോ വേദ വിനിന്ദകാശ്ചാം ഹിംസാരദാ നാസ്തിക മാർഗസക്ത നവാഹയേന പുനന്തി തേ കലോ. യേ ദുർഹൃദ ദുർബുദ്ധിയും പാപിയും മൂർഖനും മിത്രദ്രോഹിയും
വേദവിനിന്ദക, വേദത്തെ നിന്ദിക്കുന്നവനും, ഹിംസാരത, പ്രാണികളെ ഹിംസ ചെയ്യുന്നവനും, നാസ്തിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവനും, നാസ്തിക മാർഗസക്ത, നവാഹയജ്ഞന പുനന്ദിതേ കലോ, നവാഹയജ്ഞത്താൽ കലികാലത്തിൽ പരിശുദ്ധരാകും. പരസ്വാദാഹരണേ അതിലുബ്ധ യേ വൈ നരാ കൽമഷഭാരഭാജാം ഗോദേവത ബ്രാഹ്മണ ഭക്തിഹീന നവാഹയജ്ഞേന ഭവന്തി ശുദ്ധാം. പരാസ്വാദാരഹരണേ, മറ്റുള്ളവരുടെ സ്വത്തുകൾ അതിക്രമിച്ച് സ്വീകരിക്കുന്നവന്, അതായത് തട്ടിപ്പറിച്ചെടുക്കുന്നവന്, അതുപോലെ ഒരുപാട് പാപഭാരങ്ങൾ ചുമക്കുന്നവന്, ഏ വൈ നരാ കൽമഷഭാരഭാജ, ദുഃഖഭാരങ്ങൾ ഒരുപാട് ചുമക്കുന്നവന്, അതുപോലെ തന്നെ പ്രാണികളെയും ദേവതകളെയും ബ്രഹ്മജ്ഞാനികളെയും ഭക്തിയോടെ നമിക്കാത്തവന്, ഇവർക്ക് പോലും നവാഹയജ്ഞേന ഭവന്തി ശുദ്ധ, നവാഹയജ്ഞം കൊണ്ട് പരിശുദ്ധരായി തീരും. തപോഭിരുഗ്രൈർവദതീർത്ഥസേവനൈർ ദാനൈരനേകർ നിയമൈർ മഹേശ്ച, ഉഗ്രതപസ്സുകൊണ്ടോ വ്രതം കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ അനേകം യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടോ, ഹതൈർ ജപൈർയജ്ഞ ഫലേന ലഭ്യതേ, ജപങ്ങൾ കൊണ്ടോ ഫലം ലഭിക്കാത്തവനും, നവാഹയജ്ഞന തഥാപ്യതേ നൃണാം, നവാഹയജ്ഞം കൊണ്ട് എല്ലാ ഫലങ്ങളും സുലഭമായി ലഭിക്കും. തഥാന ഗംഗാന ഗയാന കാശി ന നൈമിഷയം നോ മധുരാന പുഷ്കരം പുനാതി സദ്യോ ബദരീവനം നോ യഥാഹി ദേവീ മഖ ഏഷ വിപ്ര. ദേവി ഭാഗവത ശ്രവണം കൊണ്ട്, ദേവി ഭാഗവത യജ്ഞം കൊണ്ട് ലഭിക്കുന്ന, അത് കേൾക്കുന്നതുകൊണ്ടോ നടത്തുന്നതുകൊണ്ടോ അത് പാരായണം ചെയ്യുന്നതുകൊണ്ടോ കിട്ടുന്ന പരിശുദ്ധി, ഹേ ബ്രഹ്മജ്ഞാനികളെ, നിങ്ങൾ ഗംഗ, ഗയ, കാശി, നൈമിഷാരണ്യം, മധുര, പുഷ്കരം, ബദ്രീവനം എന്നീ പുണ്യസ്ഥലങ്ങളെ സേവിക്കുന്നത് കൊണ്ട് പോലും കിട്ടില്ല. അതോ ഭാഗവതം ദിവ്യ പുരാണം പരതപരം ധർമാർത്ഥ കാമമോക്ഷാണാം ഉത്തമം സാധനം മതം. അതുകൊണ്ട് പുരുഷാർത്ഥങ്ങൾ സാധിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ദേവീ ഭാഗവത പുരാണം. ആശ്വിനസ്യ സിതേ പക്ഷേ കന്യാരാശിഗതേ രവോ മഹാഷ്ടമ്യാം സമഭ്യർച്ച ഹേമസിംഹാസനസ്ഥിതം ദേവീ പ്രീതിവദം ഭക്ത്യാ ശ്രീമദ്ഭാഗവത പുസ്തകം ദദ്യാദ് വിപ്രായയോഗ്യായ സ ദേവ്യാ പദവീം ലഭേം. ആദിത്യൻ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആശ്വിനമാസത്തിലെ ശുക്ലപക്ഷത്തിൽ മഹാഷ്ടമ ദിവസം സ്വർണ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ച് ഭാഗവതം ദാനം ചെയ്താൽ ദേവിയുടെ പരമമായ പദവി ലഭിക്കും. പക്ഷേ വളരെ യോഗ്യനായൊരു ബ്രഹ്മജ്ഞാനിക്ക് തന്നെ വേണം ദാനം ചെയ്യുവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേദവ്യാസൻ, ശുകബ്രഹ്മർഷി, സൂതൻ, ഇങ്ങനെ ഉള്ള ബ്രഹ്മജ്ഞാനികളെ പോലെ അറിവുള്ളവർക്ക് വേണം ദാനം ചെയ്യാൻ. ദേവീ ഭാഗവതസ്യാപി ശ്ലോകം ശ്ലോകാർത്ഥമേവ വാ ഭക്ത്യായശ്ച പഠേന്നിത്യം സ ദേവ്യാ പ്രീതിഭാഗ് ഭവേത്. ദേവീ ഭാഗവത്തിലെ ശ്ലോകമോ ശ്ലോകാർത്ഥമേവ വാ, പകുതി ശ്ലോകം പോലുമോ ആരാണോ ഭക്ത്യായശ്ച പഠേന്നിത്യം സ ദേവ്യാ പ്രീതിഭാഗ് ഭവേത്, ആരാണോ നിത്യവും പാരായണം ചെയ്യുന്നത് അവർക്ക് ദേവിയുടെ പ്രീതി ലഭിക്കും. ഉപസർഗഭവം ഘോരം മഹാമാരീ സമുദ്ഭവം ഉത്പാദാനഖിലാംശ്ചാപി ഹന്തി ശ്രവണമാത്രതാം. മഹാമാരി, ഭൂകമ്പം
തുടങ്ങിയ നിർനിമിത്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന സർവ ഭയങ്ങളും അഖില ഭയങ്ങളും ഭാഗവത ശ്രവണമാത്രം കൊണ്ട് ഇല്ലാതാകും. ബാലഗ്രഹൃതം യച്ഛ ഭൂതപ്രേതകൃതം ഭയം ദേവീ ഭാഗവതസ്യാസ ശ്രവണദ്യാദി ദൂരതാം. ബാലഗ്രഹങ്ങൾ മൂലം കുട്ടികൾക്കുണ്ടാകുന്ന പേടികള്, അതുപോലെ തന്നെ ഭൂതപ്രേതകൾ മൂലമുണ്ടാകുന്ന ഭയം, ഇവയൊക്കെ ദേവീ ഭാഗവത ശ്രവണം കൊണ്ട് ദൂരെ മാറിപ്പോകും. യസ്തു ഭാഗവതം ദേവ്യാ പഠേത് ഭക്ത്യാ ശൃണോതി മാ ധർമ്മമർത്ഥം ച കാമം ച മോക്ഷം ച ലഭതേ നര. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയെല്ലാം ദേവീ ഭാഗവതം ഭക്തിപൂർവം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് ലഭിക്കും. ശ്രവണാത് വാസുദേവോസ്യ പ്രസേനാന്വേഷണേഗതം ചിരായുധം പ്രിയം പുത്രം കൃഷ്ണം ലബ്ധ്വാ മുമോദ. പ്രസേനനെ അന്വേഷിച്ചു പോയ ഭഗവാനെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കാണാഞ്ഞപ്പോൾ അദ്ദേഹം ദേവീ ഭാഗവതം ശ്രവിച്ചു. 9ാമത്തെ ദിവസം ശ്രീകൃഷ്ണൻ തിരിച്ചെത്തുകയും ചെയ്തു. യത്വാം ശൃണുയാത് ഭക്ത്യാ ശ്രീമദ് ഭാഗവതീം കഥാം ഭുക്തിം മുക്തിം സ ലഭതേ ഭക്ത്യാ യശ്ച പഠേതിമാം. ആരാണോ ദേവി ഭാഗവത കഥ ഭക്തിപൂർവം കേൾക്കുന്നത് അവന് സർവ ഐശ്വര്യങ്ങളും മുക്തിയും ലഭിക്കും എന്ന് വീണ്ടും വീണ്ടും ഭാഗവത മഹാത്മ്യം ഉദ്ഘോഷിക്കുകയാണ്. അപുത്രോ ലഭതേ പുത്രം ദരിദ്രോ ധനവാൻ ഭവേ രോഗീ രോഗാത് പ്രമുച്യത്തെ ശ്രുത്വാ ഭാഗവതാമൃതം വന്ധ്യാവാ ഗാഗവന്ധ്യാവാ മൃതവത്സാചയങ്കന ദേവീ ഭാഗവതം ശ്രുത്വാ ലഭേത് പുത്രം ചിരായുഷം. ഇനി വായിക്കുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഓരോ ഗുണങ്ങൾ. പുത്രനില്ലാത്തവനാണെങ്കിൽ പുത്രനുണ്ടാകും, ദരിദ്രനാണെങ്കിൽ ധനവാനാകും, രോഗിയാണെങ്കിൽ രോഗത്തിൽ നിന്ന് വിമുക്തനാകും, ഗർഭം ധരിക്കാത്തവളാണെങ്കിൽ അവൾക്ക് ഗർഭമുണ്ടാകും, ഒരു പ്രാവശ്യം കുട്ടി ഉണ്ടായിട്ട് പിന്നെ പുത്രൻ ഉണ്ടാവാത്ത കാകവന്തിയാണെങ്കിൽ അവർക്ക് പുത്രനുണ്ടാകും, പുത്രൻ മരിച്ചവർക്ക് ദീർഘായുസുള്ള പുത്രനെ ലഭിക്കും. അങ്ങനെ ഭാഗവതം വായിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ അനേകമാണ്. പൂജിതം യത് ഗൃഹേ നിത്യം ശ്രീമദ് ഭാഗവത പുസ്തകം തദ്ഗൃഹം തീർത്ഥഭൂതം ഹി വസതാം പാപനാശകം. ഏത് ഗൃഹത്തിലാണോ ശ്രീമദ് ഭാഗവതം ദിവസവും പൂജിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പൂജിക്കുക എന്ന് പറഞ്ഞാൽ ദിവസവും ഭക്തിപൂർവം പാരായണം ചെയ്തു നമിക്കുന്നത്. അല്ലാണ്ട് പുസ്തകം വെച്ച് കർപ്പൂരം ഒഴിഞ്ഞുകൊണ്ട് മാത്രം ഗുണമില്ല. കർപ്പൂരം ഒഴിയാം, എല്ലാം ചെയ്യാം, പക്ഷെ അത് മാത്രം കൊണ്ടല്ല. അത് ഭക്തിപൂർവം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെ ആദരിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ഗൃഹത്തില് എപ്പോഴും പുണ്യതീർത്ഥം പോലെ പുണ്യമാണ് ആ ഗൃഹം. അവിടെ ജീവിക്കുന്നവരുടെ എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്ന ഭാഗവതം എന്ന പുസ്തകം. അഷ്ടമ്യാം വാ ചതുർദശ്യാം നവമ്യാം ഭക്തി സംയുത യ പഠേത് ശൃണുയാത്വാപി സസിദ്ധിം ലഭതേ നര. അഷ്ടമി ദിവസമോ ചതുർദശി ദിവസമോ നവമി ദിവസമോ ഭക്തിയോടുകൂടി ആര് രാമായണം ഭാഗവതം ദേവി ഭാഗവതം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പരമമായ സിദ്ധി ഉണ്ടാകും. പഠൻ ദ്വിജോ വേദവിദഗ്രണീർഭവേത്. അത് വായിക്കുന്ന ദൈവജ്ഞനാണെങ്കിൽ അവർക്ക് വേദത്തിൽ അഗ്രഗണ്യനാകും, അറിവിൽ അഗ്രഗണ്യനാകും, അവൻ ഉത്തമനാകും. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഉദാഹരണം. ബാഹുപ്രജാതോ ധരണീപതിസ്യാൻ. അത് പഠിക്കുന്നത് ഒരു ക്ഷത്രിയനാണെങ്കിൽ അദ്ദേഹം വളരെ ഉത്തമനായ രാജാവായി തീരും. വൈശ്യനാണെങ്കിൽ വലിയ ധനാഢ്യനാവും. വൈശ്യപഠൻ വിത്തസമൃദ്ധിവേദി ശൂദ്രോ വിശൃണ്ണൻ സുകുലോത്തമശ്ച. ശൂദ്രനാണെങ്കിൽ അത് കുലത്തിലെ ഉത്തമനായിത്തീരും. അങ്ങനെ ദേവീ ഭാഗവതത്തിന്റെ വായിക്കുന്നതുകൊണ്ട് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഗുണങ്ങൾ. എന്തു ദുഃഖം നിങ്ങൾ അനുഭവിക്കുന്നു ആ ദുഃഖം ഇല്ലാതായി തീരും എന്നാണ് ദേവി ഭാഗവതം വായിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നു.
അതുകൊണ്ട് ദേവീ ഭാഗവത പാരായണം വളരെ അത്യാവശ്യമായ ഒന്നാണ്. എല്ലാ ഗൃഹങ്ങളിലും ദേവീ ഭാഗവതം പാരായണം ചെയ്യുകയും അതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് എന്നും ഭാഗവത പുസ്തകം പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പഠിച്ച അർത്ഥം മനസ്സിലാക്കി അത് ഗ്രഹിച്ച് അതുപോലെ എല്ലാവരെയും ബഹുമാനിച്ച് സ്നേഹത്തോടെ ജീവിക്കുക എന്നാണ് ദേവീ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം. ഇത് ശ്രീ സ്കന്ദപുരാണേ മാനസഖണ്ഡേ ദേവീ ഭാഗവത മഹാത്മ്യേ പ്രഥമോധ്യായ. സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവീ ഭാഗവത മഹാത്മ്യം എന്ന പ്രഥമാധ്യായത്തിൽ പറയുന്നതാണത്. ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കാരുണ്യം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും. അമ്മ എന്നും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് ദേവീ ഭാഗവത മഹാത്മ്യം പ്രഥമസ്കന്ധം ഉദ്ഘോഷിക്കുന്നത്, ഗർജിക്കുന്നത്. ഇത് മകരവിളക്ക് ദിവസമായ ഇന്ന് പറയാൻ അനുഗ്രഹിച്ച അമ്മയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവിയേ നമഃ. ഹരിശ്രീ ഗണപതായ നമഃ. വിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമഃ. മദർമേ മധുകേടപത്നീമൃഷ പ്രാണാപഹാരോദ്യമേലാനിർമ്മിതധൂമ്രലോചനവദേ ഹേ ചണ്ഡമുണ്ടാർദിനീ നിശേഷീകൃതരക്തബീജനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹാരാശു ദുരിതം ദുർഗേ നമസ്തംബികേ. ആസ്താം താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാനൈരോച്യം തനുശോഷണം മലമയീം ശയ്യാച സംവത്സരിം ഏകസ്യാഭിനഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ധാതും നിഷ്കൃതിം ഉന്നതോപി തനയ തസ്യൈ ജനന്യേ നമഃ. എല്ലാവർക്കും മകരവിളക്ക് ആശംസകൾ.